ഇനി മൈതാനത്ത് ആ ഉഡായിപ്പുകൾ നടക്കില്ല. താരങ്ങൾ സമയം പാഴാക്കുന്നതിന് പൂട്ടിടുകയാണ് ഫിഫ. ഈ ഫുട്ബോൾ ലോകകപ്പിൽ ഫിഫ നടപ്പാക്കുന്ന ചില പുത്തൻ നിയമങ്ങൾ അറിയാം. വാർ കൂടുതലായി ഉപയോഗിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് കൂടിയാണിത്. പരസ്പരം അടുത്തെത്തുമ്പോൾ താരങ്ങൾ തമ്മിൽ ജേഴ്സി കൊണ്ടോ കൈകൊണ്ടോ മുഖം മറച്ചോ സംസാരിക്കുക, ഈ ഒരു പതിവ് മൈതാനത്ത് നാം സ്ഥിരമായി കാണാറുണ്ട്. എന്നാൽ ഇനി അത് നടപ്പില്ല. മുഖം ഇത്തരത്തിൽ മറച്ചാൽ ചുവപ്പ് കാർഡ് ഉയർത്തി പുറത്താക്കാനാണ് ഫിഫ റെഫറിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കളി വൈകിപ്പിക്കാൻ ത്രോയിൻ വൈകിപ്പിക്കുന്ന ഒരു കലാപരിപാടിയും ഇനി നടക്കില്ല. റെഫറി കൈ ഉയർത്തിക്കഴിഞ്ഞ് 5 സെക്കൻഡിനുള്ളിൽ ത്രോ എറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ ത്രോയ്ക്കുള്ള അവസരം ടീമിന് അസാധുവാവുകയും എതിർ ടീമിനെ ത്രോ ഇൻ ചെയ്യാനായി റെഫറി ക്ഷണിക്കുകയും ചെയ്യും. ഗോൾ കിക്ക് വൈകിപ്പിക്കുന്ന ഗോളിമാരുടെ കുതന്ത്രത്തിനും ഈ ലോകകപ്പിൽ പിടിവീടും. ഗോൾ കിക്ക് കൗണ്ട് ഡൗണും 5 സെക്കൻഡാണ്. ഈ സമയം പിന്നിട്ട് കഴിഞ്ഞാൽ എതിർ ടീമിനെ കോർണർ കിക്ക് എടുക്കാൻ റഫറി ക്ഷണിക്കും. ഇതൊരു അടിപൊളി നിയമമാണല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് ഉയർത്തി കാണിച്ചാൽ 10 സെക്കൻഡിനുള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പൂർത്തിയാക്കിയിരിക്കണമെന്നതാണ് മറ്റൊരു പുതിയ നിയമം. പിൻവലിച്ച താരം 10 സെക്കൻഡിനുള്ളിൽ ഏറ്റവും അടുത്ത ബൗണ്ടറി ലൈന് പുറത്തു പോയില്ലെങ്കിൽ സബ് ഇറങ്ങേണ്ട താരം 1 മിനിറ്റ് വരെ കാത്തിരിക്കണം. ഈ സമയം ടീം 10 പേരായി ചുരുങ്ങി കളിക്കേണ്ടി വരും. താരങ്ങൾക്ക് പരിക്കേറ്റെന്ന് കരുതി അനാവശ്യമായി കളി വൈകിപ്പിക്കുന്നതും ലോകകപ്പിൽ നടക്കില്ല. ടീം ഫിസിയോ ഒരു താരത്തെ പരിശോധിച്ചാൽ കളി പുനരാരംഭിച്ചതിന് ശേഷം ആ കളിക്കാരൻ 60 സെക്കൻഡ് സമയം കളത്തിന് പുറത്തു നിൽക്കണം. പരിക്കേറ്റ താരം പെനാൾട്ടി കിക്ക് എടുക്കേണ്ട ആളാണെങ്കിലോ ഈ നിയമത്തിൽ ഇളവ് ലഭിക്കും. താരങ്ങൾക്ക് ഹെഡ് ഇഞ്ചുറി പോലെയുള്ള ഗുരുതര പരിക്കുകളേറ്റാൽ ചികിത്സയ്ക്ക് കൂടുതൽ സമയം റഫറി അനുവദിക്കും. 2ാം മഞ്ഞക്കാർഡ്, തെറ്റായി കാർഡ് നൽകൽ എന്നിവ പരിശോധിക്കാൻ വീഡിയോ അസിസ്റ്റന്റ് റഫറിക്ക് അധികാരമുണ്ടാകും. കോർണർ കിക്കുകൾ അനുവദിച്ചത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും വാർ ഉപയോഗിക്കുന്നു എന്നതും 2026 ഫിഫ ലോകകപ്പിന്റെ പ്രത്യേകതയാണ്. മത്സരങ്ങളുടെ ഇരുപാതികളിലും 3 മിനിറ്റ് നേരം ഡ്രിങ്ക് ബ്രേക്ക് ഉണ്ടെന്നതും ഇത്തവണത്തെ വലിയ സവിശേഷതയാണ്.